അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗാഥയുടെ ഗാഥയെ കാണാൻ വേണ്ടിയിട്ട് നവീൻ്റെ വീട്ടുകാരെല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഗാഥയായി ഒരുങ്ങിയ കൃഷ്ണയും കൊണ്ട് സിമി താഴേക്ക് വരികയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ തനി കുട്ടനാടൻ ഭാഷയാണല്ലോ പറയുന്നത്. അപ്പം നമ്മുടെ നിർമ്മലയും കീർത്തിയാണെങ്കിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതെന്താ ഗാഥയ്ക്കൊരു നല്ല മാറ്റമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നു. മുത്തശ്ശിയും പറയുന്നു. അപ്പം നവിയും പറയുന്നു എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഗാഥ ഇതിനു മുമ്പ് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സംസാരം ഇഷ്ടമാണ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയും. അങ്ങനെ ഓരോന്നൊക്കെ എല്ലാവരും പറയുകയാണ്. അപ്പോൾ സിദ്ധാര പെട്ടെന്ന് പറയും എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്നൊക്കെ പറയാം. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നവീൻ്റെ അമ്മ പറയും മോളും കൂടി ഇരിക്കാൻ പറയും. അങ്ങനെ നമ്മുടെ കൃഷ്ണയും കൂടി ഇരുത്തും. അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് കൃഷ്ണ നോർമലായിട്ട് വാരി കഴിക്കുകയാണ്. വാരി കഴിക്കുന്ന സമയത്ത് നമ്മുടെ കീർത്തി ചോദിക്കും ഇതെന്താ ഗാഥ എന്താ ഇങ്ങനെ കഴിക്കുന്നത്? ഗാഥ ഫോർക്കും നൈഫും കൊണ്ടല്ലേ കഴിക്കുന്നത് എന്ന് പറയും. പെട്ടെന്ന് അവൾ ഫോർക്കും നൈഫും എടുക്കും. പക്ഷെ അവൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ സിദ്ധാരയ്ക്കും സിമിക്കും അത് വലിയൊരു ഇതാവുന്നു. അതൊന്നും അവളെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഫോർക്ക് വെച്ച് ഒരു ചിക്കൻ കഷ്ണം എടുക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു ചിക്കൻ കഷ്ണം എടുക്കുന്നത്. അത് തെറിച്ച് നമ്മുടെ കീർത്തിയുടെ അച്ഛൻ്റെ പ്ലേറ്റിലേക്ക് വീഴും. അയാൾക്കാണെങ്കിൽ ഭക്ഷണത്തിനോട് ആർത്തിയുള്ളതുകൊണ്ട് അയാൾ മൈൻഡാക്കാതെ അതെടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നീട് രണ്ടാമത് ഒരു കഷ്ണം കൂടെ ഉണ്ട്. അത് ഇത് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നിർമ്മലയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ദേഹത്തേക്ക് ചെന്ന് താവും. പിന്നെ നിർമ്മല അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമാക്കും. അപ്പം കൃഷ്ണയ്ക്ക് പേടിയാവും. കൃഷ്ണ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യും എന്താ കാണിച്ചത്? അപ്പോൾ സിദ്ധാര പറയും നിർമ്മല വിഷമിക്കണം, ഞാനത് കഴുകി തരാമെന്ന് പറയും. ഓ അതൊന്നും വേണ്ട, ഗാദിക്ക് ഇത് കഴിക്കാനൊക്കെ അറിയാമല്ലോ, എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ രീതിയിൽ അവിടെ കൂടുതലായിട്ട് അങ്ങ് പ്രസംഗിക്കും. അപ്പം നമ്മുടെ നവിയും പറയും അത് അമ്മായിക്ക് അതൊന്ന് ക്ഷമിച്ചൂടെ, അവളുടെ ഒരു കുസൃതിയായിട്ട് കണ്ടാൽ മതി എന്ന് പറയും. അപ്പം നവിയും പറയും എനിക്ക് ഈ കുസൃതികളൊക്കെ കുറച്ച് ഇഷ്ടമായി. ഇപ്പോഴാണ് എനിക്ക് ഗാദിയോട് കുറച്ചും കൂടി ഇഷ്ടം കൂടിയെന്ന് പറയും. ഞാൻ ഈ ബിസിനസ്സിൻ്റെ ടെൻഷനുമായി നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ തമാശയും കുസൃതിയായി നിൽക്കുന്ന ഒരാളെയാണ് എനിക്കിഷ്ടം എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗാഥയോട് ഈ കൃഷ്ണയെന്ന് അറിയാതെയാണല്ലോ, ഗാഥയെന്ന് തെറ്റിദ്ധരിച്ചാണല്ലോ നമ്മൾ നവിയും കൂടുതൽ സ്നേഹിക്കുന്നത്. കൂടുതലൊരു അടുപ്പം തോന്നുകയാണ് നമ്മുടെ കൃഷ്ണയോട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മുടെ നിർമ്മല അവരൊക്കെ ഫുഡ് കഴിഞ്ഞ് നിർത്തിയിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന് പറയും എന്നാൽ ഞങ്ങൾക്ക് ഗാഥമോളുടെ റൂം ഒന്ന് കാണണമെന്ന് പറയും. അപ്പോൾ അവർ പെട്ടെന്നൊന്ന് ഞെട്ടുന്ന വെച്ചാൽ അവിടെ ഓൾറെഡി ഗാഥയുണ്ടല്ലോ. അപ്പം കാണുമ്പോഴത്തേനും ഇനി എന്താകും എന്നുള്ള ധാരണയിലാണ് അവർ ഞെട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണ പറയാം അയ്യോ മുറിയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക, ഇപ്പം തന്നെ വേണമെന്നൊക്കെ ചോദിക്കും. അപ്പം നിർമ്മല പറയും അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അവർ കൈ കഴുകാൻ പോയ സമയത്ത് നിർമ്മല നമ്മുടെ സിമിയോട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും. മോളിൽ പോയിട്ട് പെട്ടെന്ന് മാറ്റാം. അങ്ങനെ സിമി ഓടുകയാണ്. പുറകെ നമ്മുടെ നിർമ്മലയെ കീർത്തി അവർക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അങ്ങ് പുറകെ പോയി റൂമിൻ്റെ വാതിക്ക് നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.